സോ ജസ്റ്റ് ഞാൻ ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, ഓക്കെ, അതുപോലെ അതിന്റെ കോർ കോൺസെപ്റ്റ്, അതായത് അതിന്റെ ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റ്സുകൾ എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെയാണ് കോമ്പോണൻസ് ഓഫ് കോസ്റ്റിംഗ്, പിന്നെ അതെങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാം, പിന്നെ പ്രാക്ടിക്കൽ ഇൻസൈറ്റ്സ്, അതായത് ഓണേഴ്സിനും അക്കൗണ്ടൻസിനും ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. സോ ഓരോ സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. സോ ആദ്യം കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്നുള്ള ഒരു കോൺസെപ്റ്റ്. കോസ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു ചെലവിനാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്കറിയാം ഒരു ബിസിനസ് റിലേറ്റഡ് ആയ എല്ലാ ഫൈനാൻഷ്യൽ ഡാറ്റാസും റെക്കോർഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിസിനസ്സിന് ചെലവ് അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അക്കൗണ്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ അക്കൗണ്ട് ചെയ്യാന്ന് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ പ്രാക്ടിക്കൽ ലെവലിൽ പറയുകയാണെങ്കിൽ കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാം എന്ന് പറയുന്ന മീനിങ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട്. എന്താണോ ഫൈനാൻഷ്യലി വരുന്ന ഡാറ്റ മാത്രമേ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുള്ളൂ. ഒരാള് മെനക്കെട്ടൊരു പണിയെടുത്തു, അവിടെ ഫൈനാൻസ് പരമായിട്ട് ഒന്നുമില്ല, അതൊരിക്കലും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരില്ല. അവിടെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഡിഫറൻസ് വരുന്നത്. അവിടെ ഫൈനാൻഷ്യൽ ഡാറ്റയും നോൺ ഫിനാൻഷ്യൽ ഡാറ്റയും വിച്ച് ഇസ് റെലവെന്റ് അത് അവിടെ വരും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് ചെയ്യണം. നമ്മളിൽ പലരും ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഓക്കെ, സോ ബിസിനസ് ചെയ്യുന്ന ആളുകള് സ്വന്തം ബിൽഡിങ്ങില് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവിടെ നമുക്ക് ലാഭം എന്താ, നമ്മൾ റെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്റെ സ്വന്തം, ബട്ട് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അതൊരിക്കലും കൺസിഡർ ചെയ്യില്ല. കാരണം എന്താ, അവിടെ റെന്റ് കൊടുക്കുന്നില്ല. ബട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെ ഒരു റെന്റ് കൊടുത്തിട്ടില്ലെങ്കിലും അവരെന്ത് ചെയ്യും, അതിനെ കൺസിഡർ ചെയ്യും. അതാണ് അവിടുത്തെ ഒരു ഡിഫറൻസ്. എന്താണ്, എന്ത് ചെലവും മണിപരമായ ആയിക്കോട്ടെ അല്ലെങ്കിൽ പണം ഇല്ലാത്ത രീതിയിലായിക്കോട്ടെ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഒരു ബിസിനസ്സിന് ഉണ്ടാവുന്ന ഏതൊരു ചെലവിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനെ അക്കൗണ്ട് ചെയ്യാം അല്ലെങ്കിൽ അതിനെ റെക്കോർഡ് ചെയ്ത് അതിനെ അക്കൗണ്ടിങ് രൂപത്തിലേക്ക് മാറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് കൂടെ ഒരു ബിസിനസ്സിന് ഉണ്ടാവുന്ന ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും? ഒന്ന്, കോസ്റ്റ് എസർടൈൻമെന്റ്. നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റോ സർവീസോ ആയിക്കോട്ടെ, അതിന് നമുക്ക് ഉണ്ടാവുന്ന ചെലവ് മനസ്സിലാക്കണമെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്തായാലും ഫോളോ ചെയ്താൽ പറ്റും. ഒരിക്കലും കോസ്റ്റ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യാതെ എനിക്കൊരു പ്രൊഡക്റ്റ് അതിന് എനിക്ക് എത്ര ചെലവായി നമുക്ക് എവിടെയും മനസ്സിലാവില്ല. ഓക്കെ, പിന്നെ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ചെലവ് നോക്കിയിട്ടായിരിക്കും നമ്മൾ എത്രയും അത് കച്ചവടം ചെയ്യണമെന്ന് തീരുമാനിക്കുക. ഒരിക്കലും ചെലവ് അറിയാതെ ഇത്ര രൂപത്തിൽ കച്ചവടം ചെയ്യാൻ ആദ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെ ഒരു സർപ്രൈസസ് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സെല്ലിംഗ് പ്രൈസ് കൊണ്ടുവരണമെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ സർവീസിന്റെ കോസ്റ്റ് കണ്ടെത്താൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും കോസ്റ്റ് കണ്ടെത്താതെ നമുക്കൊരു ആധികാരികമായിട്ടൊരു സെല്ലിംഗ് പ്രൈസിലേക്ക് എത്താൻ പറ്റില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻസ് ആണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഒരുവിധം എല്ലാവരും ലൈഫില് അത്യാവശ്യം ഹൈ ഏജും സ്വന്തമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. അവർ കോസ്റ്റ് കൺട്രോളിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. കൺട്രോൾ ഇല്ലാത്തൊരു സാധനം പോയി കഴിഞ്ഞാല് അത് എവിടെ എത്തൂല, സസ്റ്റൈനബിൾ അല്ല. അതേ ഇമ്പാക്ട് നിങ്ങളുടെ ബിസിനസ്സിലുണ്ടാവും. നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന ചെലവിന് നിങ്ങൾക്കൊരു കൺട്രോൾ ഇല്ലെങ്കിൽ ആ ചെലവ് നാളെ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തേക്കാം. സോ അങ്ങനെ ഒരു സാധനം കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിന്റെ പ്രോപ്പർ ഡാറ്റ വേണം. സോ കോസ്റ്റ് കൺട്രോളിനും കൂടി നമ്മൾ എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു ബേസിക് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ്. നിങ്ങൾക്കറിയാം ഒരേ ബിസിനസ് ചെയ്യുന്ന പല ആളുകളുണ്ട്. പക്ഷെ പല ആളുകളും ഉപയോഗിക്കുന്ന ടെക്നിക്കുകളും ഉപയോഗിക്കുന്ന രീതികളും വ്യത്യാസമുണ്ട്. ബട്ട് എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലെ. ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം ഒരു പെന്ന് അല്ലെങ്കിൽ ഒരു
ഒരു ഹോട്ടൽ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ഒരു എന്താ പറയാ ഒരു മീൽസ് അല്ലെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോസ്റ്റ് ഉണ്ട്. ല്ലേ? അതെപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന കോസ്റ്റ് നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡിനായിട്ട് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യണം. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് എവിടെയാണ് കൂടുതൽ, നമുക്ക് എവിടെയാണ് കുറവ് എന്നൊക്കെ ആ ടൈമിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മാറ്റർ ആണ്. ഇനി ഒബ്ജക്റ്റീവ്സിലേക്ക് പോവാം. ഒബ്ജക്റ്റീവ്സിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ ഒക്കെ ആണ് ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കോസ്റ്റിങ്ങിലൂടെയാണ് പല ഡിസിഷൻസും നമ്മൾ ബിസിനസ്സിൽ എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു സാധനം വാങ്ങണോ വാങ്ങണ്ടേ, അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യണോ അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്താൽ മതിയോ, ഇന്നൊരു ബിസിനസ്സിലേക്ക് ഇന്നൊരു പ്രൊഡക്റ്റ് വിൽക്കണോ, വിറ്റ് കഴിഞ്ഞാൽ ലാഭം ഉണ്ടാവോ, ഇതൊക്കെ ഇങ്ങനത്തെ പല ഡിസിഷൻസിന്റെയും ബേസിക് എന്താണ്? കോസ്റ്റിംഗ് ആണ്. കോസ്റ്റ് ഡാറ്റ ഇല്ലാതെ എടുക്കുന്ന ഡിസിഷൻസിന് എന്തുണ്ടാവില്ല, ഒരു ബേസോ നിലനിൽപ്പോ ഉണ്ടാവില്ല. കാരണം അതൊരു ബബിളായി മാറും. ബബിൾസ് നമുക്ക് അറിയാലോ, ഉള്ളിലൊന്നും ഉണ്ടാവില്ല. സോ അതൊരു എന്താ പറയുക ഗസ്സിംഗ് കോൺസെപ്റ്റ് ആയി മാറും. അത് ലോങ് ടേമിൽ നമുക്ക് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് നമുക്ക് പറയാം. വളരെ ബേസിക് ആയ കാര്യങ്ങളായിട്ടാണ് നമ്മൾ മുമ്പോട്ട് വന്നത്. കാരണം നമ്മുടെ ടൈമിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. സോ രണ്ട് രീതിയിൽ നമുക്ക് കോസ്റ്റിനെ പറയാം. ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആവുന്ന എക്സ്പെൻസുകളെ നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയാം. അത് ഡയറക്റ്റ്ലി പ്രൊഡക്റ്റുമായിട്ട് ബന്ധമുണ്ടാവും. ഇനി അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. അതിനാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു മെറ്റീരിയൽ വാങ്ങി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ, അത് ഡയറക്റ്റാണ് അല്ലെ. ബട്ട് ആ മെറ്റീരിയൽ ഉണ്ടാക്കാനും ക്ലീൻ ചെയ്യാനും അല്ലെങ്കിൽ വെയർ ഹൗസിൽ വെക്കാനും പല സപ്പോർട്ടിങ് എക്സ്പെൻസുകൾ ഉണ്ട്. അതൊക്കെ ഇൻഡയറക്റ്റ് ആണ്. ഒരു പ്രൊഡക്റ്റ് നോക്കുന്ന സമയത്ത് ഇൻഡയറക്റ്റ് കോസ്റ്റ് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ ഡയറക്റ്റ് കോസ്റ്റ് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടാവും. പിന്നെ വരുന്നതാണ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, സെമി വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പീരിയോഡിക് കോസ്റ്റ് ആണ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഒരു പീരീഡിലേക്ക് നമുക്ക് എന്തായാലും ഫിക്സഡ് എക്സ്പെൻസ് വരും. റെന്റ് ആണ് ബെസ്റ്റ് എക്സാമ്പിൾ. ഒരു റെന്റ് നമ്മൾ 30 ദിവസത്തേക്ക് 31 ദിവസത്തേക്ക് റെന്റ് ആയി കൊടുക്കാം. ഞാന് ഫാക്ടറി 10 ദിവസം ഉപയോഗിച്ചിട്ടുള്ളെങ്കിലും റെന്റ് ഫിക്സഡ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അത് ഔട്ട്പുട്ടുമായിട്ട് എന്തില്ല, കമ്പയറിങ് അല്ലെങ്കിൽ ഡയറക്ട്ലി റിലേറ്റഡ് അല്ല. പിന്നെ വരുന്നതാണ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ്. പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ടേ ഇത് വരുള്ളൂ. അതായത് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് നടന്നാൽ മാത്രമേ വേരിയബിൾ കോസ്റ്റ് വരുള്ളൂ, അല്ലെങ്കിൽ ആ കോസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ സെമി വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഒരു മിഡിൽ ആയിട്ട് ഒരു ലിമിറ്റ് വരെ ഫിക്സഡ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതെന്താവും, പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് കൂടിയുണ്ട്. ഓക്കെ, മൂന്നാമത്തതാണ് പ്രൊഡക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ പീരിയോഡിക് കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ പ്രൊഡക്റ്റുമായിട്ട് ഡയറക്ട്ലി ബന്ധമില്ലതിന് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്നും, പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിങ്ങുമായിട്ട് ഒരു ബന്ധവുമില്ല ബട്ട് ടൈമിനനുസരിച്ച് പേ ചെയ്യേണ്ട എക്സ്പെൻസിന് പീരിയോഡിക് കോസ്റ്റ് എന്നും പറയും. എക്സാമ്പിൾ റെന്റ്, സാലറി, അതൊക്കെ പീരിയോഡിക് കോസ്റ്റ് ആണ്. മെറ്റീരിയല്, അതുപോലെ ലേബർ, അതൊക്കെ എന്താണ്, പ്രൊഡക്റ്റ് കോസ്റ്റ് ആണ്. പിന്നെ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ്. അതിലേക്ക് നമുക്ക് വരാം. നമുക്കൊരു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ആ പ്രൈം കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഇനി എലമെന്റ്സ് ഓഫ് മാനുഫാക്ചറിങ് കോസ്റ്റ്. ഒരു മാനുഫാക്ചറിങ് കോസ്റ്റിന് ഉണ്ടാകുന്ന മേജർ ആയ 3 എലമെന്റ്സ്. ഒന്ന് മെറ്റീരിയൽ, ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ, അതിന്റെ കോമ്പണൻസ്, അതെല്ലാം കൂടി നമുക്കൊരു ഗ്രൂപ്പായിട്ട് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയും. ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യന്മാരെ ഇൻവോൾവ് ആവുന്ന എല്ലാ എക്സ്പെൻസും എന്താണ്, ലേബർ കോസ്റ്റ് ആണ്. ഇനി ഈ മുകളിൽ വരുന്ന മെറ്റീരിയലും അല്ല ലേബറും അല്ലാത്ത വേറെ പല ചെലവുകളുണ്ട്.
ആ ചെലവിനെ മൊത്തമായിട്ട് നമ്മൾ ഓവർ ഹെഡ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒരു ബേസിക്സ് ആണ്. സോ ഇത്രയും പറഞ്ഞതില് ഓക്കെ ആണ്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് സ്പീഡ് ആയിരിക്കും കാരണം നമുക്ക് ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് ഡിസ്കഷൻസിന് ടൈം വെക്കണം, അവിടെയാണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് വരാം. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഇനി ഈ ഒരു സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് സ്ലൈഡാണ്. ഏതൊരു ബിസിനസ്സുകാരനും മൂപ്പരെ ലാപ്ടോപ്പിൽ വെക്കേണ്ട ഒരു സാധനമാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ. ഏതൊരു സാധനം ഉണ്ടാക്കുമ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, സോ ഒരു കോസ്റ്റ് ഷീറ്റിന്റെ ഒരു ബേസിക് സാധനമാണ് ഞാൻ പറയുന്നത്. കോസ്റ്റ് തുടങ്ങുന്നത് മെറ്റീരിയലും ലേബറും എക്സ്പെൻസും വെച്ചിട്ട്. ഇത് നമുക്കൊരു കഥ പോലെ പറയും. ഞാനൊരു ബിസിനസ്സിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, എന്താണ് നമ്മളൊരു പ്രൊഡക്റ്റ്, ഒരു എക്സാമ്പിൾ പറയാം. നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എന്ത് എക്സാമ്പിൾ അപ്പൊ കൊടുക്കാം? നമ്മൊരു ഒരു ഫേർണിച്ചർ ബിസിനസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഫേർണിച്ചർ ബിസിനസ്സിൽ മെറ്റീരിയൽ ഉണ്ട്, ലേബർ ഉണ്ട്. ഒരു ഫേർണിച്ചറിന് ആവശ്യമില്ല മെറ്റീരിയൽ അല്ലെ, പ്ലൈവുഡ് ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് വുഡ് ആയിക്കോട്ടെ. പിന്നെ അതിലേക്ക് ഇൻവോൾവ് ആവുന്ന കാർപ്പന്റേഴ്സ്, പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തുന്ന പല എക്സ്പെൻസുകളും. ഇതിനെല്ലാം കൂടി നമുക്ക് പ്രൈം കോസ്റ്റ് എന്ന് പറയും. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നില്ലെങ്കിൽ പ്രൈം കോസ്റ്റ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം ഇത് മൊത്തം എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ്. സോ പ്രൊഡക്റ്റിന്റെ ഇനീഷ്യൽ പ്രൊക്യൂർമെന്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി ആ പ്രൊഡക്റ്റിന് നമുക്കൊരു വെയർ ഹൗസ് ഉണ്ട് അല്ലെ, ആ വെയർ ഹൗസിൽ എത്തിക്കുന്നത് വരെ ഉണ്ടാകുന്ന എക്സ്പെൻസുകളൊക്കെ നമ്മൾ ബുക്ക് ചെയ്തു. അതിന് നമ്മൾ എന്ത് വിളിച്ചു? പ്രൈം കോസ്റ്റ് എന്ന് വിളിച്ചു. ഇനി വെയർ ഹൗസിൽ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല എക്സ്പെൻസുകളും ഉണ്ടാവും അല്ലെ. ആ എക്സ്പെൻസ് മാത്രമല്ല, ആ വെയർ ഹൗസിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പല എക്സ്പെൻസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഇതിനൊക്കെ നമുക്ക് ഫാക്ടറി കോസ്റ്റ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഫാക്ടറി ഓവർ. അത് നമ്മുടെ വെയർ ഹൗസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഫാക്ടറിയിലാണ് കേട്ടോ. നമ്മളെ ഫാക്ടറിയിലാണല്ലോ നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഈ ഒരു ഫേർണിച്ചർ ആയിട്ട് മാറ്റുന്നത്, ഈ റോ മെറ്റീരിയലിനെ. സോ അവിടെ ഉണ്ടാവുന്ന അതർ എക്സ്പെൻസിന് എല്ലാത്തിനും നമുക്ക് ഫാക്ടറി, അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഇലക്ട്രിസിറ്റി പറയാം, അവിടുത്തെ ഫാക്ടറിന്റെ റെന്റ് പറയാം, അവിടെ ഉണ്ടാവുന്ന ലേബേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ലേബേഴ്സ് ഉണ്ടാവും. അതിനെല്ലാം കൂടി നമുക്ക് അതും ഈ റോ മെറ്റീരിയൽ കോസ്റ്റും കൂടി നമുക്ക് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയും. ഇനി നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഫാക്ടറി മാത്രമായിരിക്കില്ല ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാവാം. അയാൾക്ക് അയാളായ ഓഫീസ് ഉണ്ടാവും. അവിടെ വേറെ കുറെ എംപ്ലോയീസ് ഉണ്ടാവും അല്ലെ, സാലറി കൊടുക്കാനും പല കാര്യങ്ങൾ നോക്കാനും അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് എടുക്കുന്ന ആളുകൾ. പക്ഷെ ഇവരെ എക്സ്പെൻസും നമുക്ക് പ്രൊഡക്റ്റിലേക്ക് കാണിക്കണം. കാരണം ഈ പ്രൊഡക്റ്റിൽ നിന്നാണ് ഇതൊക്കെ റിക്കവർ ചെയ്ത് വരുന്നത്. ഇതൊക്കെ മിസ്സായി കഴിഞ്ഞാൽ നമ്മളെ പ്രൈസിങ്ങിനെ ബാധിക്കും. സോ ആ എക്സ്പെൻസ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയി. ഓക്കെ, മൊത്തം ഒരു സാധനം ഉണ്ടാക്കാൻ വരുന്ന എക്സ്പെൻസിനെയാണ് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. ഇനി അതിന്നും വിൽക്കുന്നതിനെ മാത്രം അസർട്ടൈൻ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയി. ഫോർ എക്സാമ്പിൾ, 10 യൂണിറ്റ് ഞാൻ ഉണ്ടാക്കി, ഒന്നിന് എനിക്ക് 10 രൂപ വന്ന് 100 രൂപയാണ് എന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരാം. അതിൽ ഞാൻ 8 വിൽക്കുന്നുള്ളൂ താൽക്കാലികമായിട്ട്. അപ്പോൾ എന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് 80ആണ്. ബാക്കി 20 എന്റെ ഇൻവെന്ററിയിൽ കിടക്കും. നാളെ അത് വിൽക്കുമ്പോൾ അതും കൂടി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് മാറും. ഇനി ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞ് വിൽക്കണമെങ്കിൽ എനിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും എന്താ പറയാ, നമ്മുടെ ലോജിസ്റ്റിക്സ് എക്സ്പെൻസുകൾ കുറെ ഉണ്ട് അല്ലെ. സെല് ചെയ്യണം, മാർക്കറ്റിംഗ് ചെയ്യണം, അതിനെല്ലാത്തിനും കൂടി നമുക്ക് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയാം. ഇതിന്റെ എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ചെലവായി, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ്. ഇതിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന മാർജിനോ മാർക്കപ്പോ ആഡ് ചെയ്ത് കഴിഞ്ഞ് വരുന്നതാണ് സെയിൽസ്, അല്ലെങ്കിൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്ലൈഡിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു.
എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവസാനം സെഷനിലേക്ക് വരുമ്പോൾ അപ്ലോഡ് ചെയ്യാം. ഹലോ, പറഞ്ഞോളൂ. എന്റെ പേര് സുഫിയാൻ എന്നാണ്. അപ്പോ സുഫിയാൻ, ഇതില് ഈ ടോട്ടൽ കോസ്റ്റിലോട്ട് നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ടോട്ടൽ കോസ്റ്റ് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് സെയിൽസ് വരാം. ഓക്കെ, അപ്പൊ പ്രോഫിറ്റില് അല്ലെ നമ്മുടെ ഓവർഹെഡ് കോസ്റ്റുകള് അല്ലെങ്കിൽ ഈ ഓവർഹെഡ് കോസ്റ്റ് ശേഷമാണോ എല്ലാ എക്സ്പെൻസും കണക്ക് കൂട്ടിയതിന്റെ ശേഷമാണ് പ്രോഫിറ്റ് ആഡ് ചെയ്യേണ്ടത്. കാരണം പ്രോഫിറ്റും സെയിൽസും നമ്മുടെ മൊത്തം ചെലവിന്റെ റിലേറ്റഡ് ആണ്. ഏതെങ്കിലും ചെലവ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ആ ചെലവ് നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഈ കോസ്റ്റ് അപ്പോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കുമോ? അതെ, നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ്. എനിക്കൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാല്, എൻ്റെ ഒരു ഷെഫീഖ് എന്നാണ്. എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാല്, ഇവിടെ ഏറ്റവും താഴെ സെയിൽസിന്റെ ഇത് കിട്ടുമല്ലോ, എത്രയ്ക്ക് സെയിൽ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതിന് മുമ്പ് സെയിൽ നടന്നാലല്ലേ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടത്തുള്ളൂ. അതിന് മേലെയാണല്ലോ കോസ്റ്റ് ഓഫ്. അതെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിറ്റിന്റെ കോസ്റ്റ്. ഒരു കൊട്ടേഷൻ മൈൻഡിൽ വെച്ച് നോക്കി. ഇപ്പൊ ഞാനൊരു 100 യൂണിറ്റ് ഉണ്ടാക്കി 100 വിൽക്കണം എന്നില്ലല്ലോ ഇപ്പൊ തന്നെ. ഓക്കെ, മനസ്സിലായി. ഞാൻ എത്രയാണോ വിൽക്കുന്നത് അതിന്റെ സെയിൽസ്. നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന കണ്ടിന്യൂ അല്ലെ. അടുത്തത് കുറച്ച് ടെക്നിക്സിലേക്ക് പോവാം. ഓക്കെ, ഞാൻ വീണ്ടും പറയാണ്, ഇത് വളരെ ലാർജ് സ്കോപ്പിൽ ഒരു സബ്ജക്റ്റ് ആണ്. ബട്ട് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ്, ഒരു ഓവർവ്യൂ മാത്രമായിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് കോസ്റ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി കോസ്റ്റിംഗ് ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന കുറച്ച് ടെക്നിക്സ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ഇൻവെന്ററിനെയും മെറ്റീരിയലിനെയും ബാധിക്കുന്ന രീതിയിലുള്ള കുറച്ച് ടെക്നിക്സ് ഉണ്ട്. നമുക്കറിയാം, ഒരു മാനുഫാക്ചറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ടോട്ടൽ എക്സ്പെൻസിന്റെ ഏറ്റവും വലിയൊരു ഭാഗം വരുന്നത് ഇൻവെന്ററി അല്ലെങ്കിൽ മെറ്റീരിയൽ കാരണമായിരിക്കും. സോ ഒരു ഇൻവെന്ററി എങ്ങനെ വാല്യൂ ചെയ്യാം എന്നുള്ളതൊക്കെ കോസ്റ്റിങ്ങിലൂടെ നമുക്ക് മനസ്സിലാവും. പല ടെക്നിക്കുണ്ട്. ഫിഫോ ഉണ്ട്, ലിഫോ ഉണ്ട്, വെയിറ്റഡ് ആവറേജ്. നിങ്ങൾക്ക് അറിയുണ്ടാവും, ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് ആണ് ഒന്ന് ഫിഫോ. ലിഫോ അത്ര ഉപയോഗിക്കാറില്ല. ലിഫോ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അവസാനം വന്ന പ്രൊഡക്റ്റിനെ കോസ്റ്റ് വെച്ചിട്ട് നമ്മൾ എല്ലാത്തിനെയും ചെയ്യും. ഫിഫോ എന്ന് പറയുന്നത് ആദ്യം വരുന്ന പ്രൊഡക്റ്റ്, ആദ്യത്തെ എന്താണ് ഉണ്ടാക്കിയത് അത് വിൽക്കാന്നുള്ളതാണ്. ഏറ്റവും നല്ല ടെക്നിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ടെക്നിക്ക് വെയിറ്റഡ് ആവറേജ് ആണ്. അതാവുമ്പോൾ പ്രൈസിന്റെ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. പിന്നെ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഒരു മാനുഫാക്ചറിങ് കമ്പനി ആകുമ്പോൾ അവർക്ക് വലിയൊരു വെയർ ഹൗസ് ഉണ്ടാവും. ആ വെയർ ഹൗസ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റും വളരെ റിസ്ക്കിയാണ്. കുറെ സ്റ്റോക്ക് വെക്കാനും പറ്റില്ല. സ്റ്റോക്ക് തീരെ വെച്ചിട്ടില്ലെങ്കിൽ നാളെ അത് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഷോർട്ട് ആവാനും പറ്റില്ല. സോ അതിനൊരു ഒപ്റ്റിമൽ ലെവൽ ഉണ്ട് അല്ലെ. ഏതൊരു സാധനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഒപ്റ്റിമൽ. അതാണ് ബെസ്റ്റ്. ലൈക്ക് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അത് എത്ര ചെയ്യണം എന്നൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്സ് ഉണ്ട്. റീഓർഡർ ലെവൽ എത്ര എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ പുതിയ ഓർഡർ കൊടുക്കേണ്ടത്. പിന്നെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും മിനിമം കോസ്റ്റിൽ സാധനം കിട്ടാന്നില്ല. ആ ഒരു ടെക്നിക്കാണ് EOQ എന്ന് പറയും. ഇപ്പോ എനിക്ക് 40 യൂണിറ്റ് ഓർഡർ ചെയ്യാം, 100 യൂണിറ്റ് ഓർഡർ ചെയ്യാം, 150 യൂണിറ്റ് ഓർഡർ ചെയ്യാം. ബട്ട് എത്ര യൂണിറ്റ് ഓർഡർ ചെയ്താലാണ് എനിക്ക് ബെസ്റ്റ് കിട്ടുക, അതിനാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോക്ക് കൺട്രോള്. സ്റ്റോക്ക് കൺട്രോളിന്റെ ഇമ്പോർട്ടൻസ് വളരെയാണ് അല്ലെ. കുറെ സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാല് എന്ത് സംഭവിക്കും, അത് വളരെ ബുദ്ധിമുട്ടാവും അല്ലെ. കാരണം സ്റ്റോക്ക് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോസ്റ്റിന്റെ കൂടുതൽ കോസ്റ്റ് വരാം, കൂടുതൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരാം.
അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ കുറച്ച് ടൈപ്സ് ഓഫ് ബിസിനസിനെ ബാധിക്കുന്ന കുറച്ച് കോസ്റ്റിംഗ് ടെക്നിക്ക് ഞാൻ പറയാം. ഒന്ന് ജോബ് കോസ്റ്റിംഗ്. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, എല്ലാ മാനുഫാക്ചറിങ്ങും പല രീതിയിലാണ് ചെയ്യുന്നത്. ഓരോരുത്തർ പല രീതിയിലാണ് ചെയ്യുക. ചിലർ ബാച്ച് ആയിട്ടായിരിക്കും മാനുഫാക്ചർ ചെയ്യുക, ചിലത് പ്രോസസ് ആയിരിക്കും. ഒറ്റൊരു പ്രോസസ്സിലൂടെ ഒരിക്കലും ഫൈനൽ ഗുഡ്സ് ആവില്ല. ഒരു പ്രോസസ്സിൽ നിന്ന് അടുത്ത പ്രോസസ്സിലേക്ക് പോകണം, അതിൽ നിന്ന് അടുത്ത പ്രോസസ്സിലേക്ക് പോകണം. അങ്ങനെ ഒരു 4-5 പ്രോസസ്സ് കഴിഞ്ഞിട്ടായിരിക്കാം എന്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറും. പിന്നെ ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇത് മൂന്നും എന്താന്ന് ഞാൻ പറഞ്ഞ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്, അവര് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ബാച്ച് ആയിട്ടാണ്. ഒരിക്കലും ഒരു ഗുളിക അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ഗുളിക ഒരിക്കലും ഉണ്ടാക്കൂല, അതൊരു ബാച്ചാണ്. അപ്പൊ അവര് കോസ്റ്റ് എപ്പോഴും ബാച്ചിലായിരിക്കും. ഒരു ബാച്ചിന് എത്ര എക്സ്പെൻസ് വരും, എത്ര മെറ്റീരിയൽ വേണം, ഈ ബാച്ച് ചെയ്യാൻ എത്ര ലേബർ വേണം. ഇതിനാണ് നമ്മൾ ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രോസസ് കോസ്റ്റിംഗ് എന്താണ്? ഒരു സാധനം ഫൈനൽ പ്രൊഡക്റ്റ് ആക്കണമെങ്കിൽ പല പ്രോസസ്സിലൂടെയും പോകേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫേർണിച്ചറിന്റെ കേസ് തന്നെ എടുക്കാം. ആദ്യം കട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഒരു പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും അടുത്ത പ്രോസസ്സിന്റെ ഇൻപുട്ട്. അപ്പോൾ എല്ലാ പ്രോസസ്സിലും ഓരോ ഇൻഡിവിജ്വൽ പ്രോസസ്സിനും നമുക്ക് എത്ര എക്സ്പെൻസ് വന്നിക്കണ്, നമുക്ക് എത്ര കോസ്റ്റ് വന്നിക്കണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോസസ് കോസ്റ്റിംഗ് ഫോളോ ചെയ്യണം. എന്നാലേ പ്രോസസ് വൈസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്താണ് ജോബ് കോസ്റ്റിംഗ്? ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ബാച്ച് കോസ്റ്റിംഗ് ആണ്, ബട്ട് അതിന്റെ വേറെ ഒരു സ്പെസിഫിക് ബാച്ച്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാന് ഒരു എന്താ പറയുക, ഒരു പ്രിന്റിങ് ചെയ്യുന്ന ആളാണ്, ഒരു വെഡിങ് കാർഡ് പ്രിന്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ പ്രിന്റിംഗ് ആ ചെയ്യുന്നത്, പക്ഷെ ഓരോ കസ്റ്റമർ അനുസരിച്ച് ഇതിന്റെ എക്സ്പെൻസ് മാറും. കാരണം ഓരോരുത്തരുടെ റിക്വയർമെന്റ് ഡിഫറെന്റ് ആണ്. ബാച്ച് കോസ്റ്റിംഗിൽ അങ്ങനെയല്ല, റിക്വയർമെന്റ് സെയിം ആയിരിക്കും. ബട്ട് ജോബ് കോസ്റ്റിംഗിൽ ഓരോ ജോബിന് നമ്മൾ കോസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഒരു കല്യാണത്തിന് കത്തടിക്കുന്ന സമയത്ത് ഒരാൾ അടിക്കുന്ന പ്രൈസ് ആയിരിക്കില്ല വേറൊരു ടൈപ്പ് ഡിസൈനിൽ അടിക്കുക. എല്ലാം കത്താണ്, എല്ലാം ഇൻവിറ്റേഷൻ കാർഡാണ്, ബട്ട് എങ്ങനെ ഡിഫറൻസ് മാറുന്നത്? റിക്വയർമെന്റ് മാറുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ജോബിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറൻഷിയേറ്റ് ചെയ്തേ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ജോബിനും അതിൻ്റെതായ കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഡിഫറെന്റ് സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. ഇത് എപ്പോഴും ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഒരു ബിസിനസ്സുകാരന് അറിയാം ഞാൻ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അപ്പൊ ഇതിൽ ഏത് ടെക്നിക്കായിരിക്കും എനിക്ക് സൂട്ടബിൾ ആവാന്നുള്ളത് ഒരു നോർമൽ ബിസിനസ് നടത്തേണ്ട ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതിന് വേണ്ടിയിട്ട് കൺസൾട്ടൻസി എക്സ്പെർട്ടൈസ് ആയ ആളുകളുടെ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഒരു വ്യൂ പോയിന്റുകൾ എടുക്കുന്നത് തെറ്റില്ല. പിന്നെ അടുത്തതാണ് ഓവർഹെഡ് അലൊക്കേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്താണ് ഓവർഹെഡ്? ഞാൻ പറഞ്ഞല്ലോ അല്ലെ, കഴിഞ്ഞ ഈ മെറ്റീരിയലും ലേബറും അല്ലാതെ നമുക്ക് വരുന്ന എല്ലാ എക്സ്പെൻസും എന്താണ്? ഓവർഹെഡ് ആണ്. ഓവർഹെഡ് ഒരിക്കലും ഡയറക്റ്റ്ലി ഒരു പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റില്ല. സോ അതിന് നമ്മൾ എന്ത് ചെയ്യും? പ്രോഡക്റ്റിലേക്കോ ഇതിലേക്കോ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സിമ്പിൾ ആണ്. ഷെയർ ചെയ്യാന്നുള്ള മീനിങ് ആണ്. ഞാൻ ഈ അപ്പോർഷൻമെന്റ് ഒബ്സോർപ്ഷൻ ഒന്നും നിങ്ങൾ തലയിൽ കൊടുക്കണ്ട, ജസ്റ്റ് ഷെയർ ചെയ്യാം. എനിക്ക് ഉണ്ടാവുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിലേക്ക് എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. അത് എങ്ങനെയൊക്കെ ഷെയർ ചെയ്യാം? ചില ആളുകൾ യൂണിറ്റിനനുസരിച്ച് ഷെയർ ചെയ്യും, ചില ആളുകൾ ലേബർ ഹവറിനനുസരിച്ച് ഷെയർ ചെയ്യും. സിമ്പിൾ ആണ്. ഇപ്പോ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞ, നിങ്ങളൊരു ഫ്ലാറ്റ് റെന്റിന് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഷെയറിംഗ് പ്രൈസ് ആണ്. നിങ്ങൾ 3 ഫ്രണ്ട്സ് വെച്ചിട്ട് എടുക്കുന്നുണ്ട്. അതിൽ 2 ആളുകൾ ഒരു റൂമിലും ഒരാള് സെപ്പറേറ്റ് ഒരു റൂമിലാണെന്ന് വിചാരിക്കും. അപ്പൊ റെന്റ് എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യാം? 2:1 ആയിരിക്കുമല്ലേ. അതായത് ഒരു റൂമും ഇല്ല, കൂടുതൽ ഓവർഹെഡ് വരും. അതേപോലെ തന്നെ നമ്മുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൂടുതൽ ടൈമോ കൂടുതൽ യൂണിറ്റോ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിലേക്ക് കൂടുതൽ എന്താവും? അബ്സോർബ് ആവും. ഓക്കെ, പിന്നെ പറയുന്നതാണ് കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്ക്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ് ആയാലും നെക്സ്റ്റ് മിനിമം ആണ് ഞാൻ പറയുന്നത്, നെക്സ്റ്റ് 1 ഇയറിലേക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി വെച്ചേ പറ്റൂ. അത് നാളാവട്ടെ മറ്റന്നാളാവട്ടെ എന്നൊന്നും വിചാരിച്ച് ഡിലേ ചെയ്യരുത്. ഒരു ഫൈനാൻഷ്യൽ ഇയറോ അല്ലെങ്കിൽ ഒരു കലണ്ടർ ഇയർ സ്റ്റാർട്ടിങ്ങിൽ
നമുക്ക് എന്തുവാണ്, ഒരു വ്യൂ ആണ്, വേർ വി ആർ ഗോയിങ്, നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്, നമുക്കിത് എങ്ങനെ പോകാൻ പറ്റും. ആ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് ഒരു പീരിയോഡിക്കൽ റിവ്യൂ ചെയ്യണം. ആക്ച്വലും ഞാൻ ബഡ്ജറ്റ് ചെയ്തതും എങ്ങനെയാണ് പോകുന്നത്, നല്ല ഡിഫറൻസ് ഉണ്ടോ, എന്തുകൊണ്ടാണ് ഡിഫറൻസ് വരുന്നത്, ഡിഫറൻസ് വരാനുള്ള കാരണം എന്താണ്. ചിലപ്പോൾ ഞാൻ ബഡ്ജറ്റ് ചെയ്തത് തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി കൊണ്ടുപോകുന്ന രീതികൾ നല്ല രീതി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ആയിരിക്കില്ല. അപ്പൊ പല കാരണങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ അറിയണമെങ്കിൽ കമ്പയർ ചെയ്യാൻ ഒരു സാധനം വേണ്ടേ. നമുക്കൊരു കമ്പാരിസൺ ഒന്നുമില്ല, നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് പോവാണെങ്കിൽ അവസാനം എത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം ആയിരിക്കില്ല കിട്ടുക. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു റിസൾട്ട് വേണ്ടേ. ഏതൊരാൾ ബിസിനസ് ചെയ്യുന്നത് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ആയ ഒരു എൻറ്റിറ്റി മാറ്റാനാണ്. അപ്പൊ അതിലേക്ക് എത്തണമെങ്കിൽ എന്തുവാണ്, നല്ല രീതിയിലുള്ള റിവ്യൂ ആണ്, പീരിയോഡിക് റിവ്യൂ ആണ്. അതിന്റെ ഒരു ഭാഗമാണ് ബഡ്ജറ്റിംഗ് കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു സംഭവമാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഏതൊരു സാധനം ഒരു സ്റ്റാൻഡേർഡ് സാധനവുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തേ പറ്റും. ഓക്കെ, ഒരു മാർക്കറ്റിൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് വെച്ച് കമ്പയർ ചെയ്താൽ നമ്മള് സ്റ്റാൻഡേർഡിനെക്കാട്ടി മുകളിലാണോ അല്ലെങ്കിൽ കുറവാണോ, നമുക്ക് എത്ര ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാവും. അത് തമ്മിലെ ഡിഫറൻസിനാണ് നമുക്ക് വേരിയൻസ് എന്നാണ് നമ്മൾ പറയാറ്. ഇപ്പൊ വേരിയൻസിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ഇത് വളരെ ഇമ്പോർട്ടന്റ്. പിന്നെ വരുന്നതാണ് ലീൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ലീൻ എന്ന് പറയുന്നത് ലീൻ അക്കൗണ്ടിങ് ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആണ്. ലീൻ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ചെയ്യാന്നൊരു മീനിങ്. അപ്പൊ ഒരു 5 കൊല്ലം മുമ്പ് ബിസിനസ് തുടങ്ങിയ ആളും അയാൾ 5 കൊല്ലം മുമ്പ് എന്തായിരുന്നു അയാളുടെ നോളജ്, അതായിരിക്കില്ല 5 കൊല്ലം കഴിഞ്ഞിട്ട്. ഒരു ലേണിംഗ് കർവ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഏതൊരാളും ഡെവലപ്പ് ചെയ്യും, എഫിഷ്യൻസി കൂട്ടണം. നമ്മുടെ ബിസിനസ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തിട്ട് നിലവിലേക്കാൾ നല്ല രീതിയിൽ ഇതിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് എപ്പോഴും നമ്മളെ മനസ്സിലും നമ്മളെ പ്രവൃത്തിയിലും ഉണ്ടാവും. ഈ ഒരു സംഭവത്തിലാണ് ലീൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇപ്പൊ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഒരു മൊബൈൽ ഫോൺ ബെസ്റ്റ് എക്സാമ്പിളാണ്. പണ്ടത്തെ ഫോണിന്റെ വലുപ്പം ഇപ്പോഴത്തെ ഫോണിന്റെ വലുപ്പം, അതിന് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് വരുന്നൊരു ഔട്ട്പുട്ടാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ അൺവാണ്ടഡ് ആയ എക്സ്പെൻസുകളും വേസ്റ്റുകളൊക്കെ മാറ്റിയിട്ട് ബെസ്റ്റ് വേർഷൻ ഓഫ് അവർ പ്രൊഡക്റ്റ്, അതായിരിക്കണം എപ്പോഴും ഒരു ബിസിനസ്സുകാരന്റെ എന്ത് അൾട്ടിമേറ്റ് ഗോൾ. അതൊരിക്കലും ഒരു പോയിന്റിൽ നിൽക്കുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിന്റെ ഒരു ഭാഗമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമ്മളെ ടോപ്പിക്കിലേക്ക് അവസാനത്തെ ഒരു ടോപ്പിക്കാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്ന സംഭവം. ഏതൊരു ബിസിനസ്സുകാരനും ഏതൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളും മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യമാണ് എന്താണ് ബ്രേക്ക് ഈവൻ. ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇത്ര സാധനം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെലവ് നിങ്ങളുടെ സെയിൽസും മാച്ച് ആവും. അത് പ്രോഫിറ്റും ഉണ്ടാവില്ല, ലോസും ഉണ്ടാവില്ല. ബ്രേക്ക് ഈവനേക്കാൾ കുറവാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നത്, നിങ്ങൾക്ക് ലോസ് ആയിരിക്കും. ബ്രേക്ക് ഈവനേക്കാൾ കൂടുതലാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, സോ ബ്രേക്ക് ഈവൻ കണ്ടെത്താനുള്ളത് എക്സ്പെൻസുകൾ അനലൈസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അതിലേക്ക് ഇൻഡെപ്ത് ആയിട്ടൊന്നും ഇപ്പം പോകാനുള്ള ഒരു സെഷൻ അല്ല. ബ്രേക്ക് ഈവൻ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഓരോ ബിസിനസ് അനുസരിച്ച് മാറും. അപ്പൊ അങ്ങനത്തെ കേസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു ഇതിൽ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ബട്ട് ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് ഡിസിഷൻ മേക്കിങ്ങിനെ വളരെ, ഒരു സാധനം ഇനി കണ്ടിന്യൂ ചെയ്യണോ ചെയ്യേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ബ്രേക്ക് ഈവൻ നോക്കിയിട്ടാണ്. എനിക്കൊരിക്കലും ബ്രേക്ക് ഈവൻ പോയിന്റിൽ എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, സോ ഏകദേശം ഇതൊക്കെയാണ് ഞാൻ ടോപ്പിക്സ് കവർ ചെയ്തത്. ജസ്റ്റ് നമുക്ക് കുറച്ച് ഡിസ്കഷനിലേക്ക് പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം പറഞ്ഞതിൽ ക്ലാരിറ്റി വരണമെങ്കിൽ ചോദിക്കാം. ഹലോ, പറഞ്ഞു. നിങ്ങൾ ഈ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിന്റെ കോസ്റ്റ് പറഞ്ഞല്ലേ. നമ്മളിപ്പോ ഒരു സാധനം ഫസ്റ്റ് മന്തിൽ നമ്മളൊരു 1000 യൂണിറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് നമ്മളെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ ആ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളെ റിക്വയർമെന്റ് കുറയുമ്പോൾ നമ്മൾ ആ കോസ്റ്റ് എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം? അതാ ഞാൻ പറഞ്ഞത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, അത് പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമല്ല. ബട്ട്
ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് നിങ്ങളെ ബഡ്ജറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗം വരുന്നത്. ഞാനൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് എനിക്കറിയാം, ഞാൻ ഏകദേശം എത്ര യൂണിറ്റ് ഉണ്ടാക്കും, എത്ര യൂണിറ്റ് ആ ഒരു അനാലിസിസിലൂടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത്. ഒരിക്കലും എനിക്ക് ഇത്ര വിൽക്കാൻ പറ്റോ ഇല്ലയെന്ന് അറിയാതെ നിങ്ങൾ കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് നാളെ നിങ്ങൾക്ക് തിരിച്ചടി സംഭവിച്ചേക്കാം. അപ്പൊ അത് ബഡ്ജറ്റിങ്ങുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു സാധനമാണ്. അപ്പൊ എനിക്കൊരു പ്ലാനും വേണം, ഇത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ എനിക്ക് ഇത്ര ആളെ വേണം, ഇത്ര എനിക്ക് സെൽ ചെയ്യാൻ പറ്റും. ആ ഒരു ഔട്ട്ലുക്ക് ഇല്ലാതെ ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അതർ എക്സ്പെൻസ് എന്താക്കും എന്നുള്ള ചോദ്യം വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓരോരുത്തർക്കായിട്ട് ചോദിക്കട്ടോ. ആക്ച്വലി സ്റ്റോക്ക് എങ്ങനെയാ ഡിമാൻഡിനനുസരിച്ച് കീപ്പ് ചെയ്യുക? അപ്പൊ ലാസ്റ്റ് മന്ത് സെയിൽസ് വെച്ചിട്ട് നെക്സ്റ്റ് മന്തിന്റെ ഡിമാൻഡ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ? അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു നമുക്കൊരു സെയിൽസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇപ്പൊ ഞാനൊരു ഫൈനാൻഷ്യൽ ഇയറോ അല്ലെങ്കിൽ കലണ്ടർ ഇയറിലേക്ക് കയറുന്ന സമയത്ത് പല ടെക്നിക്കുകളും പല ഡാറ്റാസും ഉപയോഗിച്ചിട്ട് എനിക്ക് സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എന്റെ പ്രീവിയസ് ഇയറിലെ എന്റെ ട്രെൻഡ് എന്താണ്, ട്രെൻഡ് അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്ന് ഇന്ന സ്റ്റോറിൽ എനിക്ക് ഇന്ന മാസത്തിൽ എനിക്ക് എത്ര സെയിൽ ചെയ്യാൻ പറ്റി. അപ്പൊ നമുക്കറിയാലോ അല്ലെ, ഒരു പ്രൊഡക്റ്റിന് അതിന്റെ എന്തുണ്ട്, സീസൺ ഉണ്ട്, നോൺ സീസൺ ഉണ്ട്. അപ്പൊ ഓരോ സമയത്ത് എക്സ്പെക്ടേഷൻസ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ. പിന്നെ അതർ ഫാക്ടേഴ്സ്, ഇപ്പൊ കഴിഞ്ഞ തവണ ഞാൻ ഒരു സ്റ്റോർ ആയിരുന്നു, നാളെ ഞാൻ 2 സ്റ്റോർ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മളെ ബഡ്ജറ്റ് നമ്മൾ വരുത്തണം. ഒരിക്കലും ജസ്റ്റ് ഒരു പ്രീവിയസ് മന്തിന്റെ ഡാറ്റ വെച്ച് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഫോർകാസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിന്റെ റിലയബിലിറ്റി കുറയും. ഫോർകാസ്റ്റിംഗിന്റെ ഒരു ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ എന്താ വെച്ചാല്, ഡാറ്റ എത്രത്തോളം കൂടുന്നു, ഡാറ്റ പീരീഡ് എത്രത്തോളം കൂടുന്നു, അത്രത്തോളം നിങ്ങളെ ഫോർകാസ്റ്റിംഗിന്റെ എഫിഷ്യൻസി കൂടുന്ന പറയാം. ഡാറ്റ കുറവാണെങ്കിൽ നിങ്ങളെ എഫിഷ്യൻസിയും കുറവായിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതെ അതെ. എന്തെങ്കിലും റേഷ്യോ ഉണ്ടോ, സെയിൽസും പർച്ചേസ് റേഷ്യോ എന്തെങ്കിലും കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്? അങ്ങനെയല്ല, സെയിൽസ് അതിന് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഓക്കെ, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ഇൻവെന്ററിയെ നമുക്ക് എത്ര തവണ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നമ്മളെ സെയിൽസിനനുസരിച്ച് ഇപ്പൊ ഒരു 2-3 ഒക്കെ ആണെങ്കിൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 2-3 ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ്. അതായത് ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഇൻവെന്ററി വെച്ചിട്ട് എനിക്കൊരു 3 സൈക്കിൾ സെയിലെങ്കിൽ ചെയ്യാൻ പറ്റണം. അതിൽ കൂടുതലൊന്നും നിങ്ങൾ ഇൻവെന്ററി വെക്കരുത്, നിങ്ങൾക്ക് ഇൻവെന്ററി കോസ്റ്റ് കൂടും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ആ ഒരു ബേസിക് ആണ്. പിന്നെ ഇൻഡസ്ട്രി അനുസരിച്ച് മാറും കേട്ടോ, ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ചിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു മാസം 10,000 യൂണിറ്റാ വെക്കുന്നത്. അപ്പൊ ഒരു 30,000 യൂണിറ്റ് എങ്കിലും ഉണ്ടാക്കാനുള്ള സ്റ്റോക്ക് എനിക്ക് വെക്കണത് നല്ലതാണ്. അപ്പൊ എനിക്ക് ആ ഒരു 10,000 3 തവണയെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഡിമാൻഡ് ഒക്കെ വന്നു കഴിഞ്ഞാല് അവിടെ ഇഷ്യൂസ് വരും. വേറെ ആർക്കെങ്കിലും ചോദിക്കണം? ഒരു സംശയം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഈ സ്റ്റാർട്ടിംഗ് കോസ്റ്റ് ഇപ്പം പുതിയതായിട്ട് ഒരു ബിസിനസ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് കോസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ഷോപ്പ് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും. അതെ, തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് നമുക്ക് ഈ നമ്മളെ ആ പ്രൊഡക്റ്റ് സെയിൽസിലോ അല്ലെങ്കിൽ സർവീസസിലോ എങ്ങനെയാണ് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക? ഏതാണ് അതിന്റെ റേഷ്യോ? അത് ഞാൻ പറഞ്ഞുതരാം. അത് സ്റ്റാർട്ടിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്
പ്രീ ഇൻകോർപ്പറേഷൻ എക്സ്പെൻസ് എന്നാണ് നമ്മൾ ടേം പറയുക. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് വരുന്ന എക്സ്പെൻസ്. ഇതിനെ നമ്മളെല്ലാം കൂടി ആഡപ്പ് ചെയ്തിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറയുന്ന സംഭവമുണ്ട്. അതിനൊരിക്കലും ഒരു പീരീഡിലേക്ക് നിങ്ങൾ തള്ളരുത്. അതിനെ ഒരു കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു അസറ്റ് വാങ്ങി, ഒരു ബിസിനസ്സിലേക്ക് ഞാനൊരു അസറ്റ് വാങ്ങി കഴിഞ്ഞാൽ അതിനെ ആ വാങ്ങിയ മാസം മൊത്തം എക്സ്പെൻസ് ആയിട്ട് എടുക്കില്ലല്ലോ. നമ്മൾ അതിനെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടാ ചെയ്യാം. അതേപോലെയാണ് നിങ്ങൾ പ്രീ ഇൻകോർപ്പറേഷൻ എക്സ്പെൻസിന് എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഞാൻ ഉപയോഗിക്കുന്ന ടേംസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് എത്ര മാക്സിമം എത്ര ഇയർ വരെ നമുക്ക് ആ കോസ്റ്റ് അത് അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ബിസിനസിന്റെ ഇപ്പൊ ഒരു ഹയർ ലെവൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ കുറച്ചും കൂടി കൂടുതൽ ബിസിനസ്സിന് നമുക്കൊരു ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ. അപ്പോൾ ഒരു അറൌണ്ട് 2 ഇയേഴ്സിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. കാരണം ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരു മിനിമം 5 ഇയേഴ്സ് നമ്മൾ മുമ്പിൽ കാണണം. അതിന്റെ മുമ്പ് ഒന്നും കൂട്ടാൻ വേണ്ടിയില്ല തീരുമാനം എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അത്രയും നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലോങ് ടേം അല്ല പ്ലാൻ ചെയ്യാം. ഒരു 2 ഇയേഴ്സ് ഒക്കെ വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹലോ, കേൾക്കാമോ? തീർച്ചയായിട്ടും. ഓക്കെ. ഇവിടെ ഇപ്പോ ഈ ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഫിക്സ്ഡ് വേരിയബിൾ, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു മാർക്കറ്റിൽ ഇപ്പൊ നിലവിലുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ മാർക്കറ്റിൽ എന്ത് പ്രൈസാണ് ആ ഒരു പ്രൊഡക്റ്റിന്, അതിൽ കൂടുതൽ നമുക്ക് വിൽക്കാൻ പറ്റില്ല. കാര്യം കോമ്പറ്റീഷൻ ഉള്ളത്. അപ്പോ നമ്മൾ ഇതിൽ ഏത് ഫാക്ടർ നമ്മൾ നോക്കിയാലാണ് നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറക്കാൻ പറ്റുക? അതെ, അത് വളരെ ഇമ്പോർട്ടന്റ്. സെല്ലിംഗ് പ്രൈസ് ഈസ് ഫിക്സ്ഡ്. അതെ, തീർച്ചയായിട്ടും. കാരണം ഒരുവിധം എല്ലാ ബിസിനസ്സും ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ട് അല്ലെ രാജേഷ് ഭായി ഉദ്ദേശിക്കുന്ന അതാണ്. അപ്പൊ എനിക്കറിയാം ഇന്ന പ്രൊഡക്റ്റിന് ഒരു കസ്റ്റമറിന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഇന്ന പ്രൊഡക്റ്റിന് ഇത്രയാണ് പ്രൈസ് എന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം ജനറലി അല്ലെ. ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റിവേഴ്സ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനം. ഞാൻ കാണിച്ചു തന്ന കോസ്റ്റ് ഷീറ്റ് നമ്മൾ റിവേഴ്സ് ചെയ്യും. നമ്മൾ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് മുകളിലേക്ക് പോകും. അപ്പം സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് കണ്ടെത്തിയിട്ട് അത് മൈനസ് ചെയ്താൽ എനിക്കൊരു ടാർഗറ്റ് കോസ്റ്റ് കിട്ടും അല്ലെ. ഇതായിരിക്കണം എന്റെ കോസ്റ്റ്. ഈ കോസ്റ്റിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട് എനിക്ക് കിട്ടുള്ളൂ. ഇതിനാണ് നമ്മൾ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടാർഗറ്റ് കോസ്റ്റിംഗ് വീണ്ടും മുകളിലേക്ക് പോകുന്ന സമയത്ത് ഓരോ എലമെന്റിന്റെയും ടാർഗറ്റ് കോസ്റ്റ് നമുക്ക് കിട്ടും. മനസ്സിലാണോ? അപ്പൊ എനിക്ക് ഇന്ന ടാർഗറ്റ് കോസ്റ്റ്, ഇന്ന മെറ്റീരിയൽ ഇന്ന കോസ്റ്റിൽ പെർച്ചേസ് ചെയ്താലേ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം എനിക്ക് ഇത്ര രൂപക്ക് സെൽ ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റും കിട്ടുള്ളൂ. അത് കണ്ടെത്തിയിട്ട് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രൊക്യൂർമെന്റ് ലെവലിലും ലേബർ ലെവലിലും നമ്മൾ ഇറങ്ങിയിട്ട് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് ആ ഒരു ടാർഗറ്റ് കോസ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള ഇൻപുട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കാര്യങ്ങൾ ചെറുതാക്കേണ്ടി വരും, വലുതാക്കേണ്ടി വരും, അല്ലെങ്കിൽ ബെറ്റർ കൊട്ടേഷൻസ് എടുക്കേണ്ടി വരും, ബെറ്റർ ആളുകളെ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു റോ മെറ്റീരിയൽ നമ്മൾ സ്ഥിരമായിട്ട് മേടിച്ചിരിക്കുക, നമുക്കറിയാം ഇപ്പൊ എന്തെങ്കിലും ഒരു താരിഫിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് കൊണ്ടോ ഈ റോ മെറ്റീരിയലിന് ഇപ്പൊ 2 മാസം കഴിഞ്ഞാൽ വില കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോ പക്ഷെ നമുക്ക് പ്രൈസ് ഇവിടെ മാറ്റാൻ പറ്റുക. അപ്പൊ ഏതൊരു കോസ്റ്റ് ആയിരിക്കും നമുക്ക് കുറക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, റോ മെറ്റീരിയൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു 1 to 2 ഇയേഴ്സിന്റെ അതിന് വരുന്ന ഇമ്പാക്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. ഒരിക്കലും എന്നാണോ കൂടുന്നത് അന്നല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് കൺസിഡർ ചെയ്യേണ്ടത്. എനിക്കറിയാം നെക്സ്റ്റ് 2 ഇയേഴ്സിൽ മെറ്റീരിയൽ കോസ്റ്റ് ഇത്ര കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഇമ്പാക്ട് ഞാൻ ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് കൊണ്ടുവരണം. ഓക്കെ, ഇപ്പൊ എനിക്ക് എക്സ്പെൻസ് കൂട്ടാൻ പറ്റൂല്ലെങ്കിൽ ഞാൻ കൂടുതൽ സെല് ചെയ്യേണ്ടി വരും ആ ഒരു എക്സ്പെൻസ് ഹൈഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അതൊക്കെ നമ്മളെ ബഡ്ജറ്റിങ്ങിൽ വരണം. താങ്ക് യു.
ബഡ്ജറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യും, ഒരു 1 to 2 ഇയേഴ്സിലേക്കുള്ള ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ വളരെ സർപ്രൈസസ് വരും നമ്മളെ ബിസിനസ്സിൽ. കാരണം ഈ കൊറോണ വന്നതിന്റെ ശേഷം നമുക്കറിയാം ഈ ഫ്രൈറ്റ് എക്സ്പെൻസുകളൊക്കെ അത്രയും കൂടി, വളരെ ഒരിക്കലും ആരും വിചാരിക്കാത്ത രീതിയിലാണ് നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷനും ഫ്രൈറ്റ് എക്സ്പെൻസുകൾ കൂടിയത്. അൺസർട്ടനിറ്റീസ് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡിനെ കുറിച്ചൊന്ന് പറയുമോ? ക്ലിയർ ആയില്ല, ഒന്നും കൂടി പറയും ഷെഫീഖ് ഭായ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഞാൻ പറയാം. ഫിഫോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. അപ്പം ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ഐറ്റം വാങ്ങിയ സമയത്ത് കഴിഞ്ഞ മാസം അല്ല ജാനുവരിയിൽ വാങ്ങിയപ്പോൾ 10 രൂപയായിരുന്നു. ഫെബ്രുവരിയിൽ ആ ഐറ്റത്തിന് 12 ആയി. മാർച്ചിൽ വീണ്ടും അത് 11 ആയി. ഓക്കെ, അപ്പൊ എന്റെ സ്റ്റോക്കിൽ 10-ന് വാങ്ങിയതുണ്ടാവും, 12-ന് വാങ്ങിയതുണ്ടാവും, 11-ന് വാങ്ങിയിട്ടുണ്ടാവും. ഫിഫോയിൽ ഞാൻ ആദ്യം കൺസിഡർ ചെയ്യാ 10-ന് വാങ്ങിയാണ്. ക്ലിയർ ആവുണ്ടോ? ഫസ്റ്റ് എന്താണ് വാങ്ങിയത് അതിനാണ് ഞാൻ ഫസ്റ്റ് കൺസ്യൂം ചെയ്യുക. ഈ ലിഫോ ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും, ലാസ്റ്റ് എന്താണ് വാങ്ങിയത് അതായിരിക്കും ചെയ്യാം. ഇനി ഈ 3 അവറേജ് എടുത്ത് ഒരു കോസ്റ്റിലേക്ക് വരുമ്പോഴാണ് എന്ത് പറയാ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എന്ന് പറയും. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ക്ലിയർ ആയി. റെക്കമെൻഡേഷൻ എപ്പോഴും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പ്രൈസിങ് അത്രയും ഇൻകൺസിസ്റ്റന്റ് ആവണം. ഏത് സമയത്തും കൂടാം, ഏത് സമയത്തും കുറയാം. അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ ലിഫോ ആണ് നല്ലത്. നമ്മൾ ഈ ഒരു ഉണ്ടാക്കണോ ഔട്ട്സോഴ്സ് ചെയ്യണോ എന്ന് എങ്ങനെ തീരുമാനിക്കും? ഉദാഹരണത്തിന് നമുക്കിപ്പോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ക്ലിയർ ആയില്ല, ഇത് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മളിപ്പോ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനൊരു 1000 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോ അത് മാർക്കറ്റിൽ നിന്ന് ഒരു കൊട്ടേഷൻ എടുക്കുമ്പോൾ അതിനൊരു 800 രൂപയ്ക്ക് നമുക്ക് സാധനം കിട്ടും. ആ സമയത്ത് നമ്മൾ അതിന്റെ ഡെസിഷൻ എടുക്കാൻ എങ്ങനെയാ? ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള ഫിക്സഡ് എക്സ്പെൻസസ് ആണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് എങ്ങനെയാ ഡെസിഷൻ? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ബൈ ഓർ മേക്ക് ഡിസിഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. അതിപ്പോ അത് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അത് നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യേ വേണ്ട. ഫിക്സഡ് എക്സ്പെൻസ് നിങ്ങൾ മറന്നാൽ വേരിയബിൾ കോസ്റ്റ്, ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വേരിയബിൾ കോസ്റ്റ് എത്ര വരുന്നത് അത് വെച്ച് കമ്പയർ ചെയ്താൽ മതി. വേരിയബിൾ കോസ്റ്റ് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കാട്ടി കുറവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലത്. ഫിക്സഡ് കോസ്റ്റ് വേറെ എക്സ്ട്രാ ഒന്നും വരുന്നില്ലല്ലോ. വേരിയബിൾ കോസ്റ്റിനെക്കാട്ടും കുറവിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഹലോ, പറഞ്ഞു. നേരത്തെ ഒരാള് ചോദിച്ചിരുന്നു, ഒരു 2 വർഷം കഴിയുമ്പോഴേക്കും മെറ്റീരിയൽ കോസ്റ്റ് കൂടി കഴിഞ്ഞാലുള്ള വിഷയം ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ നമ്മളത് ഫോർകാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ റേറ്റ് 10 രൂപ ആണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അത് 20 രൂപയാവും. അങ്ങനെയെങ്കിൽ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന് നമ്മൾ ആ 20 രൂപ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണോ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മാത്രം ചെയ്യുന്നതല്ല. എവറി 6 months അല്ലെങ്കിൽ ലൈക്ക് എവറി ഡേ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കും. അപ്പം ഒരു സർട്ടൻ ലെവൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്ത് ചെയ്യണം, സെല്ലിംഗ് പ്രൈസിൽ റിവിഷൻ വെട്ടേണ്ടി വരും. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പ്രൈസ് കൺട്രോൾ ചെയ്യേണ്ടി വരും. അത് വേറെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്തിട്ടാവും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ കുറവ് വന്നിട്ടാവും, അല്ലെങ്കിൽ ലേബർ ഹവേഴ്സ് കൂട്ടിയിട്ടാവും. ഓക്കെ, സോ എന്ത് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഒരു റിവിഷൻ സംഭവം. കാരണം നമുക്കറിയാം ഏതൊരു പ്രൊഡക്റ്റും പണ്ട് വിൽക്കുന്ന വിലക്കല്ലല്ലോ ആരും വിൽക്കുന്നത്. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇൻഫ്ലേഷന്റെ പേരിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് കൂടുന്നുണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറയുന്നുണ്ട്. സോ ഇതൊരു റിവിഷൻ ചെയ്യേണ്ട ഒരു പോയിന്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ്ലി കോസ്റ്റ് ഷീറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേക്കണം. കാരണം ഞാൻ ഒരിക്കലും ഇന്ന് ഫിക്സ് ചെയ്ത പ്രൈസിലായിരിക്കില്ല 2 കൊല്ലം കഴിഞ്ഞിട്ട് വിൽക്കാം. ബട്ട്
ഇതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. ഒരിക്കലും ഒരു അല്ലല്ലോ അല്ലെ, ഒരു പോയിന്റ് ടൈമിലല്ലല്ലോ. കാരണം പ്രത്യേകിച്ച് ഈ കാലത്ത് ദിവസങ്ങളും ആഴ്ചകളും കൊണ്ട് മൊത്തമായിട്ട് സിറ്റുവേഷൻസും കാര്യങ്ങളും മാറുന്ന കേസാണ്. അപ്പൊ നമ്മൾ റെഗുലർ അപ്ഡേറ്റും റെഗുലർ റിവിഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. നമ്മൾ ഈ അൺസർട്ടനിറ്റീസും കോണ്ടിജൻസിയെല്ലാം എന്ത് ബേസിലാണ് പ്ലാൻ ചെയ്യുക? ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞത് നമുക്ക് സെക്രട്ടറി ചോദിച്ച ചോദ്യത്തില് ഒരിക്കലും അൺസർട്ടനിറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പ്രീവിയസ് ഡാറ്റ വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം അല്ലെ, ഒരു മെറ്റീരിയൽ പ്രൈസിൽ ഇൻക്രീസ് വരുന്ന ഒരു ട്രെൻഡ് ഒക്കെ ഉണ്ട്. അപ്പൊ ഡാറ്റ അനാലിസിസ് കൂടുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ഇൻസൈറ്റ്സ് കിട്ടും. അത് വെച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ 10 കൊല്ലത്തെ മെറ്റീരിയൽ പ്രൈസിന്റെ ചാർട്ട് എടുത്ത് നമുക്ക് എനിക്ക് മനസ്സിലായി 2 കൊല്ലം കൂടുമ്പോൾ ഇതിന്റെ പ്രൈസ് ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ ഫ്യൂച്ചറിലേക്ക് അത് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി, നമ്മൾ ആരും അറിയാത്തൊരു സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ഒരു ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. പ്യുവർലി ഡാറ്റ ബേസ്ഡ് അനാലിസിസ് ആണ്, ഡാറ്റയാണ് എല്ലാം. കാരണം ഇക്കാലത്ത് ഡാറ്റ അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് അത്രയും കൂടുതലാണ്. ഡാറ്റ കൂടുതലിടത്തോളം നമ്മളെ പ്രഡിക്ഷൻസും നമ്മളെ പ്ലാനിങ്ങും എഫിഷ്യൻസി കൂടും, അല്ലെങ്കിൽ ആക്യുറസി കൂടും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നല്ലൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒരു അതെ അതെ തീർച്ചയായിട്ടും. സിസ്റ്റം എന്ന് പറഞ്ഞാല് സെക്രട്ടറി നമ്മള് ഒരു ഇതാണ്, എന്താ പറയാ, ഒരു ഔട്ട്പുട്ട് ലേ ഔട്ട് ആണ്. വളരെ ഒരു ഞാൻ എന്ത് വേർഡ് എനിക്ക് ഉപയോഗിക്കേണ്ടല്ലോ, അത്രയും ഇമ്പോർട്ടന്റ് ആയ സാധനം. ആ ഒരു ഇത് ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് എളുപ്പമാവും. ചിലപ്പോൾ കുറച്ച് ചെലവുണ്ടാവും ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ. ബട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ ആ ചെലവിനേക്കാൾ എത്രയോ അധികമായിരിക്കും. അത് റിയലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിലൂടെ നമ്മൾ പോകണം. ഞാൻ തന്നെ, നമുക്ക് തന്നെ പല ക്ലയൻസും ഉണ്ട്. നമുക്കറിയാം ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാതെ ബിസിനസ് തുടങ്ങി നടുവിൽ എത്തിയിട്ട് അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത അവസരമാവും. അവിടുന്ന് അത് നന്നാക്കാന്ന് പറഞ്ഞത് ഭയങ്കര ചെലവിലെ പരിപാടിയാണ്. പക്ഷെ ആദ്യമേ നല്ല രീതിയിൽ നല്ല പ്ലാൻ ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ അൺവാണ്ടഡ് ചെലവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. സിസ്റ്റം ക്രിയേഷൻ നമുക്ക് ഇനി സമയം ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പൊ ഒരു 3 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അലൗഡ് ചെയ്യാം. വേറെ ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. ഒന്ന് ഷെയർ ചെയ്യാണ് ചോദിക്കണമെന്നുണ്ടെങ്കിലും. പക്ഷെ അല്ല, ഒരു 9:35 നമുക്ക് നിർത്തലേ. വേറെ ആരും ചോദിക്കാനില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്ലോസ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചോദിക്കുക ചെയ്യട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും. അപ്പോ ഇനി വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നത്. പിന്നെ കൃത്യമായിട്ട് മനസ്സിലായാലും അല്ലെന്നുണ്ടെങ്കിലും പിന്നെ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്ഷമയോടുകൂടി കേട്ടിരിക്കേണ്ടതും പഠിക്കേണ്ടതും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ മുൻപത്തെ ഓരോ സെഷനിലും നമ്മൾ ഒഴിവാക്കാണ്ടാതെ കേൾക്കേണ്ട ഒരു സാധനമാണ്. ഇൻഷാല്ലാ പരമാവധി റെക്കോർഡിങ് അവൈലബിൾ ആക്കാൻ നമ്മൾ ശ്രമിക്കും. അതുപോലെ ഇതിന് സീരീസിന് തുടർച്ചയുണ്ടാവും. കാരണം ഇത് നമ്മളെ ബിസിനസ്സിന് നമ്മൾ എത്ര ബുദ്ധിമുട്ടിയിട്ടായാലും ഓണേഴ്സ് ഇത് പഠിച്ചേ മതിയാവും. അപ്പോഴാണ് നമുക്ക് നമ്മളെ ബിസിനസ് എവിടേക്കാണ് പോണത് എന്നുള്ളത് തിരിയുള്ളൂ. ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ നമ്മളെ ബിസിനസ് എങ്ങോട്ടാണ്, എന്തിനാണ്, എവിടേക്കാണ് എടുക്കുക എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് ഈ ഒരു സംഗതിനെ കുറിച്ചിട്ട്, കോസ്റ്റ് അക്കൗണ്ടിനെ കുറിച്ചിട്ട്, നമ്മളെ പ്രോഡക്റ്റിന്റെ പ്രൈസിങ്ങിനെ കുറിച്ചിട്ട്, നമ്മളത് ഫീസിബിൾ ആണോ എന്നതിനെ കുറിച്ച്, എസ്പെഷ്യലി ഈ പുതിയ മോഡേൺ ബിസിനസ് സ്ട്രാറ്റജി പ്രകാരം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഈ പ്രൊഡക്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് ഇത്
വിപണിയിൽ ഇറക്കാൻ മാത്രം വെർത്താണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങും നമ്മൾ ഫിനാൻസും ഒക്കെ പഠിച്ചേ മതിയാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു ക്ലാസ് ആണ് നമുക്കിവിടെ അതിൽ താഹ നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത്. ഏതായാലും വളരെ നന്ദി, ഒരുപാട് നന്ദി ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി സീരീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.